അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് റിയേറ്റ് ചെയ്യണത് പറയുന്നത് ഓണ സെലിബ്രേഷന്റെ റീൽസ് വീഡിയോസിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു ട്യൂട്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പറയുന്ന ജസ്റ്റ് ഒരു മ്യൂസിക് വെച്ചിട്ട് ആ ഒരു മ്യൂസിക്കിന് അനുസരിച്ചിട്ട കാര്യം നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാറ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഒരു അതേ സ്റ്റെപ്പിൽ തന്നെ ഈ ഒരു ഓണ സെലിബ്രേഷന്റെ വീഡിയോ ചെയ്താലും ഈ ഒരു മ്യൂസിക്കിൽ തന്നെ ഒരുപാട് സ്കൂളിന് കോളേജിന്റെ ഒക്കെ ഓണ സെലിബ്രേഷന്റെ റീൽസ് വീഡിയോസ് സെയിം മെത്തേഡിൽ വരും. പക്ഷെ ഇന്ന് നമ്മൾ ആ ഒരു മെത്തേഡല്ല യൂസ് ചെയ്യണത്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓണ സെലിബ്രേഷന്റെ വീഡിയോ എഡിറ്റ് ചെയ്യണ മെത്തേഡ് പറഞ്ഞു തരിക പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലിപ്സ് വെച്ചിട്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു വീഡിയോ ഈ ഒരു ഓണ സെലിബ്രേഷൻ എങ്ങനെ മേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിന് യൂസ് ചെയ്യേണ്ട ട്രാൻസിഷൻസ് എവിടേക്ക് കൊടുക്കാൻ പറ്റും, പിന്നെ ഏതൊക്കെ ടൈപ്പിലെ ക്ലിപ്സ് കൊടുക്കുക, പിന്നെ ഏതൊക്കെ ടൈപ്പിലുള്ള ഓഡിയോസ് കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, പിന്നെ ഫിൽറ്റേഴ്സിന്റെ കാര്യങ്ങൾ, അങ്ങനെ ടോട്ടലി എങ്ങനെയാണ് ഈ ഒരു ഓണ സെലിബ്രേഷന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു വീഡിയോ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കാണാം. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്യാപ്കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ലാഗ് അടിപ്പിക്കണില്ല, നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കണം. അപ്പൊ അതിന് മുമ്പേ ജസ്റ്റ് നമ്മുടെ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഈ ഒരു ചാനൽ. അപ്പൊ നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓണ സെലിബ്രേഷന്റെ വീഡിയോ എഡിറ്റിംഗ് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫുൾ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് അല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള മ്യൂസിക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഫുള്ളി ആയിട്ട് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിന്റെ ഒരു ബേസ് മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ആയി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്ലിപ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു വീഡിയോ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ ഓണ സെലിബ്രേഷന്റെ. അപ്പൊ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, ഏത് ടൈപ്പിലുള്ള ക്ലിപ്സ് ആണ് ഇതൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനത്തെയൊക്കെയാണ് എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാനുള്ള ക്ലിപ്സ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഓണ സെലിബ്രേഷന്റെ വീഡിയോസിന്റെ ക്ലിപ്സ് ഉണ്ടെങ്കിൽ അയച്ചുതരാൻ ചോദിച്ചിട്ട് എനിക്ക് അങ്ങനെ ആരും അയച്ചു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇല്ല ക്ലിപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത് ഇപ്പോൾ സെലിബ്രേഷന്റെ ടൈം ഒന്നും ആയിട്ടില്ല, ഒന്നെങ്കിൽ അതായിരിക്കും, അല്ലാതെ തന്നെ നമ്മൾ ചോദിച്ചാൽ അപ്പൊ തന്നെ നമുക്ക് ആൾക്കാർ അയച്ചു തരലുണ്ട്. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിലുള്ള കുറച്ച് ക്ലിപ്സ് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചിട്ട്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ മാവേലിയുടെ വീഡിയോ ഈ കാണുന്നത്. അപ്പൊ ഈ കാണുന്ന പോലെ മാവേലിയുടെ ഇങ്ങനെ കുറച്ച് ക്ലോസ് ആയിട്ട് നല്ല രീതിക്കുള്ള മാവേലിയുടെ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ആവശ്യം ഉണ്ടാവും. ഇതേപോലെ കട്ട്ഔട്ട് ആനിമേഷൻ അങ്ങനത്തെ ഓരോ ട്രാൻസിഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇതേപോലത്തെ ക്ലോസ് ആയിട്ടുള്ള ക്ലിപ്സ് ആണ് അതിലേക്ക് കൂടുതലും ആവശ്യം വരിക. മാവേലിന്ന് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഓണ സെലിബ്രേഷൻ നിങ്ങളെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ നടക്കണ ഇതേപോലെ വേറെയും കുറെ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് സ്കൂൾ കോളേജിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതേപോലെ മാവേലിക്ക് പകരം മാവേലി ഉണ്ടാവും, പക്ഷെ മാവേലിന്റെ കൂടെ വേറെ കുറെ പുലിക്കളി ഉണ്ടാവും. അങ്ങനെ ഓരോ അതൊക്കെ നിങ്ങൾ അങ്ങനെ കറക്റ്റ് വെച്ച് അതിന്റെ ഇതേമാതിരിയുള്ള ക്ലോസപ്പ് ആയിട്ടുള്ള ഷോർട്സ് അവിടെ ആവശ്യമുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് മെയിൻ ആയിട്ടുള്ളതാണ് ചാടിക്കളി. അപ്പൊ ചാടിക്കളിക്കായിട്ടുള്ള ക്ലിപ്സ് കാര്യങ്ങളും ഇതിപ്പോ ഈ ഷോർട്സ് ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ഇത് ചാടിക്കളല്ലെങ്കിലും ഇത് ജസ്റ്റ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതേമാതിരിയുള്ള ക്ലോസപ്പ് ആയിട്ടുള്ള ഷോർട്സുകളെ കൂടുതൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്കുള്ള ഒരു ഔട്ട് അവിടെ കിട്ടും. അപ്പൊ ഇതേപോലത്തെ ക്ലിപ്സ് ആണ് കൂടുതലും നിങ്ങൾ ഈ റീൽസ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു കാണുന്ന വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിയാലം ഇതിന്റെ എഡിറ്റ് ചെയ്ത്. അപ്പൊ ഇതിൽ അവൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഷോർട്സുകൾ ഉണ്ട്. അപ്പൊ ഷോർട്സ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് കാണാൻ നിങ്ങൾക്ക് ചാടിക്കളിയുടെ രംഗങ്ങൾ. അപ്പൊ ഇതേമാതിരിയുള്ള ചാടിക്കളിയുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഈ റീൽസ് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് കൊട്ടേര് ഉണ്ടാവും. കൊട്ടേര് ഇതേപോലത്തെ നല്ല നല്ല ക്ലിപ്സ് കാര്യങ്ങൾ ഇതേപോലെ ആഡ് ചെയ്യും. ഒക്കെ ഈ ക്ലോസപ്പ് ഷോട്ട് തന്നെയാണ് ഇതേപോലത്തെ വീഡിയോസിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇതിൽ കണ്ട മാവേലി ചാടുന്നത്, അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഓരോ കട്ടായിട്ട് ആഡ് ചെയ്തതാണ് ഈ ഒരു ബൈക്കിൽ ജസ്റ്റ് ഇങ്ങനെ റേസ് ചെയ്യണതാണ്. അപ്പൊ ഇവന്റെ ഒരു വീഡിയോന്റെ എഡിറ്റിംഗ് വരുമ്പോൾ ഓരോ കണ്ടന്റും ഓരോന്നും ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ ഇതിലേക്ക് കാണാം ഈ ഒരു ഭാഗത്ത് ഡാൻസ് ആകുമ്പോൾ പെട്ടെന്ന് അടുത്ത ക്ലിപ്പ് ഒന്നെങ്കിൽ ഇതേപോലത്തെ ഈ ഒരു ബൈക്കിന്റെ ഒരു ഭാഗം വന്നു, പിന്നെ പെട്ടെന്ന് അത് മാറി കൊട്ടായി. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഇപ്പൊ ഡാൻസിന്റെ നിങ്ങളുടെ കയ്യിലുള്ള ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ മിക്സഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന്റെ രസം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ പിന്നെ വേറെ നിങ്ങൾക്ക് കാണിച്ചില്ല. അപ്പൊ അതായത് ഫുഡിന്റെ രംഗം വരുന്നുണ്ട്. ഫുഡിന്റെ രംഗത്തിൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല. അപ്പൊ ഫുഡ് കഴിക്കണതിന്റെ അവിടെ പറഞ്ഞ രസ് എഫക്ട്സ് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ പപ്പടം കടിക്കണതിന്റെ പോലത്തെ ഒരു സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം, കണ്ടല്ലോ, അതേപോലത്തെ ഒരു സൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരിയുള്ള സൗണ്ട്സ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇവന്റെ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക റീലിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഫുൾ ആയിട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മ്യൂസിക്കിന് നമുക്ക് അവിടെ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ്, അത് എങ്ങനെ മെല്ലെ നീക്കി കൊണ്ടുപോകുന്നത്.
അപ്പൊ ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ബൈക്കിന്റെ ഈ ഒരു ഭാഗം വരുമ്പോൾ ആ ബൈക്കിന്റെ റേസ് ചെയ്യുന്ന സൗണ്ടിന്റെ ആ ഒരു എഫക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതേപോലെ നിങ്ങൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിന്റെ സൗണ്ട് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഈ ഒരു സദ്യയുടെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും കാണാം ഈ ഒരു സദ്യയുടെ ഈ ഒരു ഭാഗം വരുമ്പോൾ കാണാം നിങ്ങൾക്ക് അതിന്റെ മുമ്പത്തെ ഈ ഒരു ക്ലിപ്പിന്റെ ഒരു ഭാഗം അതേപോലെ ഈ സദ്യയുടെ കൂടെ കട്ടൗട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ കട്ടൗട്ട് ആനിമേഷനും നമ്മൾ ഈ വീഡിയോയിലേക്ക് കൊടുക്കുന്നത് ഒരു ആവശ്യമുള്ള സംഭവം തന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു വീഡിയോ ഇത് സാധാരണ ഇതിപ്പോ മജ്ലിസിന്റെ ഒരു ഓണത്തിന്റെ നെയിം റിവീലിംഗിന്റെ ഒരു വീഡിയോ ആണ്. പക്ഷെ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ നമുക്ക് ഓണ സെലിബ്രേഷൻ ആക്കിയിട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ലെവലിലുള്ള ഒരു സംഭവമാണിത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ രണ്ടും തമ്മിൽ നോക്കി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ ചെയ്തെന്നുള്ള മ്യൂസിക്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റീൽസ് എഡിറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ ടൈമിൽ ഞാൻ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ ടൈമിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി പിന്നെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഓരോ കണ്ടന്റ് ആയിട്ടുള്ള കട്ട്സ് നിങ്ങൾക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മ്യൂസിക് അല്ല, നിങ്ങൾ ഏത് മ്യൂസിക് വെച്ചാൽ എഡിറ്റ് ചെയ്യണിച്ചാലും നിങ്ങൾ ഇതേപോലെ ഓരോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഓരോ കണ്ടന്റ് ആയിട്ടുള്ളത്. എന്നിട്ട് പിന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിലേക്ക് ചെറിയ എഫക്ട്സും ഫിൽറ്റേഴ്സ് കാര്യങ്ങളും പിന്നെ ഇതേമാതിരി വൈറ്റ് ബോക്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോന്റെ അടിക്ക് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുക, പിന്നെ കട്ടൗട്ട് ആനിമേഷൻ കൊടുക്കുക. പിന്നെ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതിലൊരു മാവേലിയുടെ ഒക്കെ ഒരു ഭാഗം വരുന്നുണ്ട്. ഇതിലൊക്കെ കാണുന്ന മാവേലിയുടെ ഷോർട്സുകളൊക്കെ വന്നിട്ടുള്ളത്. അതിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാവേലിയുടെ ആ ഒരു കിരീടത്തിന്റെ അവിടെ കാണുന്ന ചെറിയൊരു സ്പാർക്ക് വരുന്നത്. സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, ഒരു മാവേലിയുടെ ആ കിരീടത്തിന്റെ അവിടെ ഒരു ചെറിയൊരു സ്പാർക്ക് വരുന്നുണ്ടോ? ഈ ഒരു സംഭവം ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പല റീൽസിൽ നിങ്ങൾ കാണാം. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങളുടെ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. മാവേലിയുടെ കാർഡ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ അതേപോലെ സ്പാർക്ക് കിട്ടി കൊടുക്കാം. അപ്പൊ അതിന്റെ വീഡിയോ സാധാരണ ഒരു ഓവർലേ വീഡിയോ ആണ്. അപ്പൊ ഓവർലേ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഈ ഒരു കാണാണ്ടോ, ഇതാണ് ആ ഒരു സ്പാർക്ക്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് സ്പ്ലൈസ് പോവുക, ഫിൽറ്റർ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഭാഗത്തേക്ക് ജസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്പാർക്ക് അത് സെറ്റ് ചെയ്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ആ സ്പാർക്കിന് ചെറിയൊരു സൗണ്ട് എഫക്റ്റ് അതിന്റെ കറക്റ്റ് അതിന്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ സൗണ്ട് എഫക്റ്റ് കൊടുക്കാനുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്പാർക്കിന്റെ ഭാഗം കൊടുക്കുന്നത്. പിന്നെ കട്ടൗട്ട് ആനിമേഷൻ ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വൈബ്രേറ്റ് ഷെയ്ക്ക് എഫക്റ്റ് ആണ് ഇതിൽ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഒബ്ലിക് ബ്ലർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ക്ക് എഫക്റ്റ് ഈ റീൽ കാണുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ നിങ്ങൾക്ക് ഒരു ബ്ലർ കയറി വന്നിട്ട് ചെയ്യണത്. അപ്പൊ ഇത് ഒബ്ലിക് ബ്ലറും ഷെയ്ക്കും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ ആണ്. അപ്പൊ ഇതിന്റെ ട്യൂട്ടോറിയൽ സെപ്പറേറ്റ് നമ്മൾ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഓണ സെലിബ്രേഷന്റെ വീഡിയോസിൽ തന്നെ ഒരുപാട് ചെക്കന്മാര് അല്ലെങ്കിൽ ഗേൾസ് ഒക്കെ ഓരോ വീഡിയോസ് എടുക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഓരോ വർത്താനൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ചെറിയൊരു ഓഡിയോ ആയിട്ട് നമുക്ക് റിയലിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഒരു പോർഷനിൽ ഓഡിയോ ഉണ്ട് വിചാരിക്കുക ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ മ്യൂസിക്കിന്റെ ഭാഗം നിങ്ങൾ ജസ്റ്റ് ആ ഒരു പോർഷൻ കട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അതിന്റെ വോളിയം ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് അതിൽ വോയിസ് എഫക്റ്റ് പോയിട്ട് ഒരുപാട് വോയിസ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു VINYL എന്നുള്ളത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ മൈക്ക് ഹോഗ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു വോയിസ് വരുന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് ചെറിയൊരു ഡീപ്പായിട്ടുള്ള വോളിയം എല്ലാം വന്നിട്ട് ആ ഒരു നമ്മൾ പറയുന്ന വോയിസ് അങ്ങനെ വൃത്തിക്ക് കേൾക്കുന്ന പോലെ കിട്ടും. അപ്പൊ ഈ ഒരു ഭാഗങ്ങളൊക്കെ ആ ഒരു നിയാലമീദിന്റെ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആ ഒരു റീൽ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഐഡിയ കിട്ടും. പിന്നെ അടുത്തത് പറയുമ്പോൾ നിങ്ങൾ വീഡിയോസ് റീൽസ് ആയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു റീൽസിലേക്ക് കൊടുക്കേണ്ട മ്യൂസിക് ആണ്. നിങ്ങൾക്ക് ഏത് മ്യൂസിക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊരു ഐഡിയ കിട്ടാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മ്യൂസിക്കിന്റെ എന്തായാലും ബീറ്റ് മാർക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വെച്ച് ചെയ്യണിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇതല്ല നിങ്ങൾ വേറെ ഒന്ന് വെച്ചിട്ടാണ് ചെയ്യണിച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് രണ്ട് ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് ബീറ്റ് മാർക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ ഈ ഒരു ജസ്റ്റ് മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അവിടെ ആഡ് ബീറ്റ് ഈ ബീറ്റിന്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോ ജനറേറ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു ക്യാപ്കട്ട് തന്നെ ഇതിന്റെ ബീറ്റ് മാർക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് തരും. പക്ഷെ അത് വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ബീറ്റ് മാർക്ക് കൂടെ തന്നെ ഈ ഒരു വീഡിയോസിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ബീറ്റ് മാർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് റീൽസ് എഡിറ്റ് ചെയ്യാം, വീഡിയോസിന്റെ ഡ്യൂറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾ ഈ പെട്ടെന്നായിട്ടുള്ള റീൽസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു പെട്ടെന്ന് ട്രാൻസിഷൻസ് കട്ടൗട്ട് അനിമേഷൻ അങ്ങനെ ഓരോ SFX സൗണ്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തില്ല പെട്ടെന്ന്. ഇപ്പൊ ഈ ഒരു നിയാലംബീദിന്റെ റീൽസ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, അതിലൊക്കെ പെട്ടെന്ന് ഓരോ കട്ട്സ് ഒക്കെ കയറി വരുന്നത്. അപ്പൊ അത് ഈ ഒരു ബീറ്റ് മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്നുമല്ല, അത് ജസ്റ്റ് ഇങ്ങനെ കട്ട്സ് നമ്മൾ ആഡ് ചെയ്യുന്ന കട്ട്സിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് കൊണ്ടാണ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ബീറ്റ് മാർക്കിന്റെ ആവശ്യമില്ലാതെ.
ഇനി നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഓണ സെലിബ്രേഷൻ റീലാണ് എഡിറ്റ് ചെയ്യണിച്ചാൽ നിങ്ങൾ കറക്റ്റ് ബീറ്റ് മാർക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ കട്ട്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 2 ടൈപ്പിൽ നിങ്ങൾക്ക് അവിടെ റീൽസ് എഡിറ്റ് ചെയ്യാൻ പറ്റും മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ നിങ്ങൾ വീഡിയോസ് എഡിറ്റ് കാര്യമൊക്കെ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത ക്ലിപ്പ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോക്ക് ക്ലിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ പുതിയ ക്യാപ്കട്ടിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ എൻഹാൻസ് ചെയ്യാനുള്ളത് അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് അതിൽ വീഡിയോ ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റെഡ്യൂസ് ഇമേജ് നോയ്സ് എന്നും റിമൂവ് ഫ്ലിക്കർ പിന്നെ ഇമേജ് ക്വാളിറ്റി പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഈ ഇമേജ് ക്വാളിറ്റിയിൽ ഈ HD എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. HD അൾട്രാ HD പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് എൻഹാൻസ് ചെയ്തിട്ട് ക്വാളിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടാം. പിന്നെ നിങ്ങളുടെ വീഡിയോസിലെ നോയ്സ് കാര്യങ്ങൾ റിമൂവ് ചെയ്യുക, പിന്നെ ഫ്ലിക്കേഴ്സ് കാര്യങ്ങൾ അങ്ങനെ ഒരു ക്യാപ്കട്ടിൽ തന്നെ ഇപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വീഡിയോന്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാപ്കട്ടിലിനെ ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ് വേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്കട്ടിലിനെ നമ്മുടെ വീഡിയോസിന് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പൊ ഇതൊക്കെ വീഡിയോസിൽ നിങ്ങൾ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ കളർ ഗേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ക്യാപ്കട്ടിലിന് എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ പുതിയ അപ്ഡേറ്റിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് ട്രാൻസിഷൻസിന്റെ ട്യൂട്ടോറിയൽസ് നമ്മൾ 1 by 1 ആയിട്ട് ഓരോ വീഡിയോസിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിന്റെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന ഒരു ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓരോ വീഡിയോന്റെ പേരും അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഓരോ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ വീഡിയോയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രാൻസിഷന്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾ ആ മെത്തേഡ് നിങ്ങൾ ഈ ഒരു ഓണത്തിന്റെ റീലിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന്റെ റീൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ കൂടി നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഞാൻ അടിയിൽ കൊടുത്തിട്ടുള്ള വീഡിയോസ് കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വീഡിയോ ലൈക്ക്. അപ്പൊ ഇത് ഫുൾ ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, ജസ്റ്റ് ഒരു ബേസ് വീഡിയോ മാത്രമാണ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതിന്റെ ആ ഒരു ബേസ് മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ക്യാഷ് ചെയ്യാൻ പറ്റിയതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസിന്റെ ട്യൂട്ടോറിയൽസിന്റെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.